കൊന്നിച്ചോ മിനസാൻ നാനോ മെഷീന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 41ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെറും 2 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ ഈ 2 ചാപ്റ്റേഴ്സിനും ശരിക്കും പ്രാധാന്യമുണ്ട്. കാര്യം ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും നാനോ മെഷീൻ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ വന്നതെന്നും ഇനി മേജറായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയ കാര്യമാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ അദ്ദേഹം പറയാനായിട്ട് പോകുന്നത്. സോ അത് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഇയോൺ പറയും ചെയ്യും, ഇദ്ദേഹം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു മകനോ മകളോ ജനിക്കാതെ ഈ ഒരു ഇമോഷൻ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേയില്ല. ഇതേ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് സാർമായും ഹിയോബോങ്ങും അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല ഹെഡ് ഗാർഡിയൻ, നമുക്കധികം സമയമില്ല. നമ്മളിത് എവിടെയാണ്? അല്ല, താങ്കൾ വിഷമിക്കണ്ട. ഇത് നോർത്ത് ആൻഡ് ഐസ് പാലസ് ആണ്. നോർത്ത് ആൻഡ് ഐസ് പാലസോ? ഇല്ല, അയ്യോ നീ അവർ തടയണം. ഈ നിമിഷം തന്നെ നീ അവർ തടയണം. ഗ്രാൻഡ് ഫാദർ, റിലാക്സ് ചെയ്യ്. കുഴപ്പമില്ല. ഇല്ലടാ, അവർ ഡ്രാഗൺ സ്റ്റൈലിന്റെ കോറ് അതവരെടുക്കാൻ പാടില്ല. നമുക്കധികം സമയമില്ല. അവർക്ക് 5 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താങ്കൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട. അവരത് എടുത്തിട്ടില്ല. അവരത് എടുത്തിട്ടില്ലെന്നോ? അതെ, ആ ഒരു ഡ്രാഗൺ സ്റ്റൈലിന്റെ കോർ എടുത്തത് ഞാൻ തന്നെയാണ്. അല്ല, ഇത് ഇത് സത്യമാണോ? എനിക്കറിയാം താങ്കളുടെ ഹെൽത്ത് അത്ര നല്ലതല്ലെന്ന്. പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് ഈ സുപ്രീം സേവറൊക്കെ പിടിച്ചതെന്ന് എനിക്കൊന്ന് അറിയാൻ സാധിക്കുമോ? അതൊന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് ജിങ്ഹുവിനെ എൻ്റെ കൾട്ടിനെ രക്ഷിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതെല്ലാം തന്നെ എൻ്റെ മിസ്റ്റേക്സ് ആയിരുന്നു. ഞാൻ കാരണം അബൌട്ട് ജു ജോങ്ങും പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അതാ ഫോർമുള്ള ഷാവോളിങ് അബൌട്ടല്ലേ? അദ്ദേഹത്തിനെ 18 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണല്ലോ. അല്ല, പറഞ്ഞു വെച്ച് നോക്കാനത്ത് മൊയോങ്ങും പറഞ്ഞിരുന്നു ആ സ്റ്റീൽ മാസ്കിന്റെ പുറകിലുണ്ടായിരുന്ന ഏത് ഷാവോളിങ് സ്കില്ലുള്ള മാസ്റ്റർ ആണെന്നോ. ഇയോൺ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഗാർഡിൽ ലെറ്റ് ഓൺ ചെയ്യാനായിട്ട് പാടില്ല. സത്യം പറഞ്ഞാൽ ഇതേപോലെ പല മിത്തിക്കുള്ള ക്രീച്ചേഴ്സ് ഉണ്ട്. അത് ഡ്രാഗൺ സ്റ്റൈലിൽ മാത്രമല്ല, ദ ഇമൂഗി, ദ ഫയർ കിങ്, ദ ഗ്രേറ്റ് പെങ് ആൻഡ് ദി വൈറ്റ് ടൈഗർ ഇത്രയും കൂടെ റിമൈനിങ് ആയിട്ടുണ്ട്. ഇത് സുപ്രീം സേവറിന്റെ ആൾക്കാർ ഉറപ്പായിട്ടും ഇതിന്റെ പുറകെ പോകും. അല്ല, അതിനെപ്പറ്റി എനിക്കറിയാം. കാര്യം അവർ ഓൾറെഡി ഫയർ കിങ് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അല്ല, താങ്കൾ പറഞ്ഞപ്പോഴാണ് ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഡിമോണിക് കളിലേക്ക് അവർ വന്നതെന്ന്. കാര്യം അവിടെ ആയിരുന്നല്ലോ അവർ ഇമൂക്കിന്റെ കോർ ഉണ്ടായിരുന്നത്. ഇമൂക്കിന്റെ കോറ് ഡിമോണിക് കളിലുണ്ടെന്നോ? നീ എന്താണ്? അപ്പോഴേക്കും ആ സോഡ് അങ്ങോട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അല്ല, ഈ കാണുന്നത്, അതെ, ഇത് ദ ഹെവൻലി ഡീമൻ സോഡാണ്. ഇതിൻ്റെ അകത്ത് ആ ഒരു ഇമ്മുകയുടെ എസൻസ് കോർ ഉണ്ടായിരുന്നു. എന്ത്? ദ ഹെവൻലി ഡീമൻ സോഡോ? ദ ഹെവൻലി ഡീമന്റെ യഥാർത്ഥ സക്സസറിന് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അതിനർത്ഥം നീ ഡ്രാഗൺ സ്റ്റൈലിലെ കോറുമല്ല, ഫയർ കിങ്ങിന്റെ ഇപ്പോ ഇമോഗിന്റെ അടുത്തുനിന്നോ? അതെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുണ്ട്. അവന്റെ ശരീരം തളർന്ന് അതിന് നിലത്തേക്ക് വീഴാനായിട്ട് പോയി. സാർമ പെട്ടെന്ന് കയറി അദ്ദേഹത്തിനെ പിടിക്കുന്നുണ്ട്. അല്ല, ദ ഗ്രേറ്റ് പെങ്ങിന്റെ കാര്യം പറയണ്ടായിരിക്കുമല്ലേ? ഇപ്പൊ എനിക്ക് കുറച്ച് സമാധാനമായി. ഇനി എന്തായാലും പ്രോപ്പറായിട്ട് എനിക്കൊരു ഗ്രീറ്റിംഗ്സ് തരേണ്ടതുകൊണ്ട് അവൻ നേരെ മുട്ടുകുത്തി അവിടെ നിന്ന് എല്ലാരും ഒന്ന് ഞെട്ടി. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ ദി 22 കൾട്ട് ലീഡർ ജിയോൺ ഇഞ്ചി, ദ ഗ്രേറ്റ് ഹെവിലി ഡീമൺ ഡിവൻ കൾട്ടിന്റെ ഞാൻ ദി സെക്കൻഡ് ഹെവിലി ഡീമനെ എന്റെ ഓഫറുകൾ നേരുന്നു. ഈ സമയത്ത് ഇവൻ പെട്ടെന്ന് പോയി അതിനെ പിടിച്ചു. താങ്കൾ എന്താണ് ചെയ്യുന്നത്? താങ്കൾ എന്നെ ഇങ്ങനെ അവസ്ഥയിലേക്ക്. ഹേ, ഇതെന്താണ് അവസ്ഥ? സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന്. ഗ്രാൻഡ് ഫാദർ നമ്മുടെ കൾട്ടിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ബർഡൻ ഒറ്റയ്ക്ക് ചുമക്കുകയായിരുന്നു. ആ ഒരു സിക്സെറ്റ്സ് അവർ ആ സിവിൽ വാർ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും തന്നെ സംഭവിക്കത്തില്ലായിരുന്നു. നിനക്ക് ദ ട്രൂ ഹെവിലി ഡീമൺസോടും പിന്നെ ബാക്കിയുള്ള എസൻസ് സ്കോർക്ക് ലഭിച്ചത് നമ്മുടെ ഫൗണ്ടിങ് ഹെവിലി ഡീമന്റെ ആ ഒരു ഗൈഡൻസ് ആയിരിക്കും. ദ ഫൗണ്ടിങ് ഹെവിലി ഡീമന്റെ ഗൈഡൻസ് ശരിയാണ്. ഒന്ന് പറഞ്ഞു ഓർക്കാൻ നേരത്ത് ആ ഒരു ദിവസം ഇതെന്തായാലും അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. അതിനർത്ഥം ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല. ഇപ്പൊ എന്തായാലും സമയം കുറേയധികം പാസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഥയെല്ലാം തുടങ്ങിയത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഡിമോണിക് കൾട്ട് എൻ്റെ കീഴിലായിരുന്നു. ഞാൻ അതേസമയം വെസ്റ്റിലേക്ക് നമ്മുടെ കൾട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഹ്വാങ് യോൺ. അവൻ അൺഓർത്തഡോക്സ് അലയൻസിന്റെ ലീഡറായിരുന്നു. ഒരു ഫോർമറുള്ള 5 ഗ്രേറ്റ് മാർഷൽ ആർട്സിലെ ഒരാളെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ ആ പദവിയിലേക്ക് വന്നത്. അതുമാത്രമല്ല, പക്ഷേ നമ്മുടെ ഡിമോണിക് കൾട്ട് അത്രത്തോളം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവരെ ശരിക്കും നമുക്ക് പുഷ് ബാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അൺഓർത്തഡോക്സ് സെക്ടിനെ യുനാൻ വരെ. സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ എല്ലാവരും തന്നെ ക്രഷ് ചെയ്യുമായിരുന്നു. പക്ഷേ സിക്സെറ്റ്സ് അതിന് സമ്മതിച്ചില്ല. അവർ വീണ്ടും വെസ്റ്റിലേക്ക് പോകാനായിട്ട് പറഞ്ഞില്ല. അല്ല, ഇതിനെപ്പറ്റി ഞാൻ ഓർക്കുന്നുണ്ടെന്ന് സാർമാ പറയുകയും ചെയ്യും. നമുക്ക് നോർത്തേക്ക് പോകാൻ പവർ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് ചെയ്തില്ല. അതിനുപകരം താങ്കൾ വീണ്ടും വെസ്റ്റിലേക്ക് പോവുകയും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ താങ്കളെ ചോദ്യം ചെയ്യുകയല്ലേ? അതെ, സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് പറ്റിയ മാർഗ്ഗമില്ലായിരുന്നടാ. ഞാൻ അവന് ആ ഒരു വാക്ക് കൊടുത്തിരുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടത്. അന്ന് ഞാൻ യങ്ങായിരുന്നു. നമ്മുടെ ഫോർമർ ലീഡേഴ്സിനെ പോലെ തന്നെ എനിക്ക് നമ്മുടെ ജിങ്ഹോനെ എല്ലായിടത്തോടും എക്സ്പാൻഡ് ചെയ്യണമെന്ന ഒരു ഡ്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ
എന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഷാവോളിൻ ടെമ്പിളിൽ നിന്ന് ഒരു ഫോർമറുള്ള അബോട്ട് വന്നു. അവന്റെ പേര് അബോട്ട് ജു ജോങ് എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ജിങ്ഹയിൽ തന്നെ അവൻ അത്രത്തോളം റെസ്പെക്റ്റഡ് ആയുള്ള ഒരു മാനായിരുന്നു. അവന്റെ മാർഷൽ പവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തോളം ഞാൻ അവനോട്ട് ഫൈറ്റ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ജിങ്ഹയിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന കുറേയധികം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടെന്ന്. അവസാനം ഒരു ഇന്റേണൽ വൂണ്ടുമായിട്ട് ഞാനവിടെ പരാജയപ്പെട്ടു. പക്ഷേ എൻ്റെ പരാജയം എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനത് അവനോട് പറയുകയും ചെയ്തു, ഇനി ഒരു 5 വർഷത്തിലും നമ്മൾ ഇവിടേക്ക് വന്ന് ഈ ഒരു ഡ്യുവൽ ചെയ്യുമെന്ന്. എന്നാൽ അവനപ്പോൾ എന്നോട് പറഞ്ഞത്, അമിതവ, നമ്മൾ ഓരോ തവണ ഇവിടേക്ക് വരാൻ നിർത്തും നമ്മുടെ കൂടെ ഒത്തിരിയധികം ആൾക്കാരുണ്ടെങ്കിൽ പലരുടെയും ജീവനിട പോവും. അതിൻ്റെ കാര്യമില്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രം കണ്ടുമുട്ടിയാൽ പോരെ. അങ്ങനെയാണ് ഞങ്ങളവിടെ ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈവലറി 20ഓളം വർഷം ഞങ്ങളവിടെ ഫൈറ്റ് ചെയ്തു. പക്ഷേ ഒരു തവണ പോലും എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ എൻ്റെ 5ാമത്തെ ഡ്യൂവലിൽ 25ാമത്തെ വർഷം എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തു. വർഷങ്ങളോളം കാത്തിരുന്ന ഒരു ജയം തന്നെയായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് നോർത്തിലേക്ക് ഇനി പുഷ് ബാക്ക് ചെയ്യാനും സാധിച്ചിരുന്നു. പക്ഷേ അതവിടെ സംഭവിച്ചില്ല. ആ ഒരു 25 വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഇടയിലെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റും നന്നായിട്ട് തന്നെ ഉയർന്നു. അന്ന് ഞാനവനെ ഡിഫീറ്റ് ചെയ്ത ആ ഒരു ദിവസം ഞങ്ങൾ ശത്രുക്കളിൽ നിന്ന് സുഹൃത്തുക്കളായി മാറി. അതുകൊണ്ടാണ് ഞാൻ നോർത്തിലേക്കുള്ള കാര്യങ്ങൾ വിട്ടിട്ട് നേരെ വെസ്റ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അവൻ സത്യം പറഞ്ഞാൽ ഓർത്തഡോക്സിന്റെ ഒരു ഹീറോ തന്നെയായിരുന്നു. എന്നാൽ സത്യങ്ങൾ ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് മറച്ചു വെച്ചു. സമയങ്ങൾ കിട്ടാൻ നേരത്ത് ഞങ്ങൾ കണ്ടുമുട്ടിയും ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ ശരിക്കും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞ സമയത്ത് അവനവിടെ എത്തിയില്ല. 2 ആഴ്ചയോളം ഞാൻ നോക്കിയിട്ടും 2 ആഴ്ചയും അവൻ എത്തിയില്ല. അങ്ങനെ ഞാൻ ആ ന്യൂസ് അറിഞ്ഞു. ഷാവോളിൻ ടെമ്പിളിലെ കുറച്ചധികം ഡിസിപ്ലിൻസിനെ കാണാതായി. അതുകൊണ്ട് ജു ജോങ് അവരന്വേഷിച്ച് അവിടേക്ക് പോയെന്ന്. സത്യം പറഞ്ഞാൽ അതെന്റെ ഐഡിയൽസിന് എതിരായിരുന്നു. എന്റെ സെക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഞാനുമായിട്ടോ ഒരു തരത്തിലുള്ള ബന്ധമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ക്യൂരിയോസിറ്റി എന്നെ പിടിച്ചു നിർത്തിയില്ല. ഞാൻ അവനെ അന്വേഷിച്ച് അവിടേക്ക് പോകാനായിട്ട് തുടങ്ങി. നമ്മുടെ കൾട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമല്ലായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഞാൻ ആ ഫൈറ്റിൻ്റെ ട്രേസസ് കണ്ടു. അതിൻ്റെ അകത്ത് ആ ഒരു ഷാവോളിൻ ടെമ്പിളിൻ്റെ ടെക്നിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ യുണീക്കുള്ള മറ്റൊരു ടെക്നിക്സും ഞാൻ കണ്ടുമുട്ടി. എന്നാൽ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ 7th കൾട്ടിലേറ്റർ മാറ്റി വെച്ചിരുന്ന ആ ഒരു സുപ്രീം സേബർ ഗോണിൻ്റെ ആ ഒരു ടെക്നിക്സ് ഉണ്ടല്ലോ, ആ ഒരു സ്കിന്നിൻ്റെ അകത്തുള്ള അതുമായിട്ട് സിമിലർ ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ ആ ഒരു 6th എക്സാമിനേഷൻ ഞാൻ പാസ്സാക്കിയപ്പോൾ അതിനെപ്പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയൊന്നുമില്ല. അല്ല, അത് സുപ്രീം സേബറിൻ്റെ ഡിവൈൻ മാർഷൽ ആർട്സ് അല്ലേ? അതുമാത്രമല്ല, ആ സുപ്രീം സേബറിൻ്റെ 6 മാർഷൽ ആർട്ട് ടെക്നിക്കിൻ്റെ ഏതെങ്കിലും ആയിരിക്കുമല്ലേ ഇത്? അല്ല, നീ അവരുടെ പേരും കണ്ടെത്തിയോ? അതെ, ആ ഒരു ടെസ്റ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കഥേനെ പറ്റി കേട്ടിരുന്നു. എന്നാൽ ഞാൻ വലിയ പ്രാധാന്യം കൊടുത്തതുമില്ല. അത് അത് വെറുതെ ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ഞാൻ തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ അന്ന് എനിക്ക് മനസ്സിലായി അത് അത്രത്തോളം സീരിയസ് അല്ല ഒരു കാര്യമാണെന്ന്. അങ്ങനെ 2 ദിവസത്തോളം വീണ്ടും കടന്നുപോയി. ഞാൻ വീണ്ടും അവൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഒരു വാലിയിൽ വെച്ച് അവൻ കുറച്ചധികം മാർഷൽ മാസ്റ്റേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒന്നും ആലോചിച്ചില്ല, ഞാൻ അവൻ്റെ കൂടെ കൂടി. എന്നിട്ട് അവരെല്ലാവരെയും ഡിഫീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന എനിമീസ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഡിഫറൻ്റ് ആയുള്ള വെപ്പൺസ് ആയിരുന്നു. എന്നാൽ അവരെല്ലാവരും യൂസ് ചെയ്യുന്ന ടെക്നിക് അത് സെയിം ആയിരുന്നു. ദ സുപ്രീം സേബറിന്റെ ഗോഡ് ടെക്നിക്സ്. നീ അവരെല്ലാവരെയും കൊല്ലാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എന്തിനാണ് അവനെ കൊല്ലണമെന്ന്, ഇവരെന്താണ് ക്യാപ്ചർ ചെയ്യണമെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞങ്ങൾ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. അല്ല, ഈ ഒരു ബ്ലേഡ് ടെക്നിക്ക് ഇവരാരൊക്കെയാണ്? ഇവർ സുപ്രീം സേബർ ഗോഡിന്റെ ഡിസെൻഡൻസ് ആണ്. അന്നത് കേട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്ത്, സുപ്രീം സേബറിന്റെയോ? സത്യം പറഞ്ഞാൽ അതിനെ വല്ലാണ്ട് അലട്ടി. എനിക്ക് മനസ്സിൽ സംശയമുണ്ടെങ്കിൽ കൂടിയും ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബ്ലേഡ് യൂസർ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാതായതാണ്. പക്ഷേ അവന്റെ ഡിസെൻഡൻസ് ഇവിടേക്ക് വന്നെന്ന് ഈ ഷാവോളിങ്ങുള്ള മോങ്സിനൊക്കെ കാണാതായപ്പോഴാണ് ജൂ ജോങ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അത് സത്യമല്ലായിരുന്നു. അതെന്താണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? അവർക്കതിനെപ്പറ്റി അറിയാമായിരുന്നോ? അതെ, അവർക്കതിനെപ്പറ്റി വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അതും പണ്ട് തൊട്ട് തന്നെ. 500 വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം സേബർ ഗോഡ് ജിങ്വയില് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവന്റെ ആദ്യത്തെ വിക്ടിം എന്ന് പറയുന്നത് നമ്മുടെ 7th ലീഡർ ആയിരുന്നു. ദ ഹെവലി ഡിമൺ ഡിവൈൻ കളിലെ ഒരാൾ, വൺ ഓഫ് ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാൾ. 2 വർഷത്തിന് ശേഷം അവൻ വീണ്ടും വന്നു. എന്നാൽ ഇത്തവണ അതിന്റെ ഇരയായത് മൗണ്ട് സോങ് ആയിരുന്നു. ജൂ വോങ്. ഷാവോളിങ്ങിലെ ദ ഡിവൈൻ മോങ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ആ സമയത്തെ 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാളായിരുന്നു. അത് മാത്രമല്ല, ഒരു ഡിവൈൻ മോങ് ആയതുകൊണ്ട് തന്നെ ജിങ്ഹോ കംപ്ലീറ്റ്ലി ഈ ഒരു പ്രശ്നം കാരണം ഇടഞ്ഞു. അവരെല്ലാവരും തന്നെ ഇതിന്റെ കൾപ്രിറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് നോക്കി. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും 2 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ഇരയായത് അൺഓർത്തഡോക്സ് അലയൻസിന്റെ ലീഡറായിരുന്നു. ദി അയൺ ഡെഡ് മാർഷൽ കിങ് ആയുള്ള യൂക്ക് ജോഗ്യോങ്. വീണ്ടും 2 വർഷത്തിന് ശേഷം വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സ്മാനുള്ള വുഡാങ് സൈഡിലെ
ചിയോങ് മിയോങ് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ദി വുഡ് ആൻഡ് സെക്റ്റിലെ ഇമ്മോർട്ടൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് സുപ്രീം സൈബർ ഗോഡിനെ പിടിച്ചു നിർത്തിയത് ഒരേ ഒരാൾ മാത്രമായിരുന്നു. അത് നമ്മുടെ സോ ഡീമൻ ആയിരുന്നു. ഞാനിനി പറയാൻ പോകുന്നത് സോ ഡീമൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിമോണിക് കൾട്ടിലെ അക്കാഡമി ബിൽഡ് ചെയ്യുന്നുള്ള കാര്യമാണ്. അത് സുപ്രീം സൈബർ ഗോഡിന്റെ സക്സസിനെ തടയാനല്ലേ ഫ്യൂച്ചറിൽ. അല്ല, അത് നിനക്കെങ്ങനെ അറിയാം? ഡീമനോട് ഓൾറെഡി ആ 6th എക്സാമിനേഷൻ പാസ്സായിരുന്നു. അതുമാത്രമല്ല, ആ ഡീമൻ സോനെ പറ്റിയും ആ സീക്രട്ടുള്ള സോർജിനെ പറ്റിയും എല്ലാം തന്നെ അറിയാം. ശരിക്കും? നീ ശരിക്കും സർപ്രൈസസ് കൊണ്ട് നിറഞ്ഞ ഒരാളാണ്. പക്ഷെ നിന്റെ പവേഴ്സ് കൊണ്ട് അത് ഈ പാസ്സായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ നമ്മുടെ കൾട്ട് മാത്രമല്ലായിരുന്നു സുപ്രീം സൈബർ ഗോഡിന്റെ ആ ഒരു വരവിന് വേണ്ടി കാത്തിരുന്നതും പ്രിപ്പയർ ചെയ്തതും. സത്യം പറഞ്ഞാൽ ഓർത്തഡോക്സ് മുറിം അലയൻസിന്റെ ദ ഡിവൈൻ മോങ് മരണപ്പെട്ടതിന് ശേഷം, വുഡ് ആൻഡ് സെക്റ്റ് മരണപ്പെട്ടതിന് ശേഷം അവർ ഒരു സീക്രട്ടുള്ള ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്തു. ദ സുപ്രീം സൈബർ ഗോഡിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ദ ഹിഡൻ റീക്കൾസ് ഫോറസ്റ്റ്. അതായിരുന്നു ആ ഒരു ഓർഗനൈസേഷന്റെ പേര്. ആൻഡ് ഗൂജോങ്ങും ആ ഒരു ഓർഗനൈസേഷനിലെ ഒരു മെമ്പർ ആയിരുന്നു. ഈ ഒരു ഓർഗനൈസേഷനിലെ ജിങ്ഹയിൽ എന്തെങ്കിലും ബ്ലഡ് ബാത്ത് വരാൻ നേരത്ത് വരുമെന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 500 വർഷത്തോളമായിട്ട് അവരൊരിക്കൽ പോലും അവിടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് റൂമർ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ശരിയാണ്, ദ ഹിഡൻ റീക്കൾസ് ഫോറസ്റ്റ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ജൂജോങ്ങും അതിന്റെ ഒരു പാർട്ടാണ്. ആ സമയത്തുണ്ടായിരുന്ന 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ 4 പേരും സുപ്രീം സൈബറിന്റെ കൈകൊണ്ട് മരിക്കുകയുണ്ടായി. അപ്പോൾ അവരിങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളല്ലോ. നമ്മുടെ സോ ഡീമൻ അവരെ കൗണ്ടർ ചെയ്യാനായിട്ട് സുപ്രീം സൈബറിനെ കൗണ്ടർ ചെയ്യുന്നിടത്ത് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇവർ ഹിഡൻ ആയിട്ട് നിന്നുകൊണ്ട് സുപ്രീം സൈബറിനെ ട്രാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു തരത്തിലുള്ള ട്രേസസും മിച്ചം വെക്കാറില്ലായിരുന്നു. ദ ഹിഡൻ റീക്കൾസ് ഫോറസ്റ്റ് വർഷങ്ങളോളം ഇവർക്ക് വേണ്ടി ക്ലൂസിന് വേണ്ടി മാത്രം തിരഞ്ഞു കടന്നു. ബാക്കി എല്ലാവരും ഗിവ് അപ്പ് ചെയ്തു. പക്ഷേ അവരും നമ്മുടെ സോ ഡീമനും മാത്രമായിരുന്നു ആ സമയത്തും ഗിവ് അപ്പ് ചെയ്തിരുന്നത്. എന്നാൽ അവരുടെ പ്രഡിക്ഷൻ സത്യം തന്നെയായിരുന്നു. സുപ്രീം സൈബറിനെ കാണാതായതിന് 200 വർഷങ്ങൾക്ക് ശേഷം ബിയാങ് മൗണ്ടനിലെ ആ ഒരു ജിങ്ഹ പ്രോവിൻസിലേക്ക് കുറച്ചധികം ട്രേസസ് അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചു. ആ ഒരു ട്രേസസ് കംപ്ലീറ്റ്ലി അദ്ദേഹം യൂസ് ചെയ്ത ടെക്നിക്ക് ആണെങ്കിൽ കൂടിയും അത് കംപ്ലീറ്റ്ലി അല്ലായിരുന്നു, സ്റ്റേബിളും അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നേരത്തെ മാർഷൽ മാസ്റ്റർ വെച്ച് നോക്കാറുള്ളത് ഇതൊട്ടും തന്നെ ആക്യുറേറ്റ് അല്ല എന്ന് തന്നെ പറയണം. 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജിങ്സോയിലെ നോർത്തിൽ വെച്ച് അത് കണ്ടെത്തി. പക്ഷേ ഇത്തവണ അത് കണ്ടെത്തിയപ്പോൾ അത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവല് ഡെവലപ്പ് ചെയ്ത പോലെ നമുക്ക് കാണാനും സാധിച്ചു. പക്ഷേ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു മണ്ടേഴ്സ് വെച്ച് നോക്കാൻ നേരത്ത് ഇതൊട്ടും തന്നെ അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. എങ്കിലും അത് ഡെവലപ്പായി വരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. അല്ല, അപ്പോൾ ഈ ഒരു ഹിഡൻ റിക്കൾസ് ഫോറസ്റ്റ് അദ്ദേഹത്തിനെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഒരിക്കലും ഇല്ല. അവർ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് കൂടി അദ്ദേഹത്തിനെ ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് അവർക്ക് പറ്റിയതില്ല. പക്ഷേ ആ ട്രേസസ് വെച്ച് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. അതെയോ, അതെന്താണ്? പതുക്കെ പതുക്കെ ആ ട്രേസസ് വീണ്ടും അത് പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ സുപ്രീം സൈബർ ഗോഡ് കൊന്ന ആ ഒരു ശരീരത്തുണ്ടായിരുന്ന പാടുകൾ പോലെ അത് പതുക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. ഇത് കേട്ടപ്പോൾ അവരൊന്ന് ഞെട്ടി. ആ സമയത്ത് റെക്ലസ് ഫോറസ്റ്റിന് മറ്റു വഴിയില്ലാതെ ഒരു തിയറി കൊണ്ടുവന്ന്. അതെന്ന് പറയുന്നത് സുപ്രീം സൈബർ ഗോഡിന്റെ ആക്ച്വലുള്ള സുപ്രീം സൈബറിന്റെ ഗോഡ് ഡിസെൻഡൻസ് ഉണ്ടെന്ന്. പക്ഷെ കണ്ടിട്ട് സുപ്രീം സൈബർ ഗോഡല്ല അവരെ നേരിട്ട് പഠിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളും. ശരിയാണ്, ആ പറഞ്ഞത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയുണ്ട്. കാര്യം ഒഫീഷ്യലായ ടെക്സ്റ്റോ ടെക്നിക്സോ ട്രെയിനിങ് മെത്തഡോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമൊന്നും തന്നെയില്ല. അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അത് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു ഹിഡൻ റീക്കൾസ് ഫോറസ്റ്റിലുള്ള 3 മാർഷൽ ആർട്ടിസ്റ്റിനെ കാണാതായതിനു ശേഷമാണ് ഇതെല്ലാം തന്നെ സുപ്രീം സൈബറിന്റെ ഡിസൈൻ ചെയ്ത കാര്യമാണെന്ന് തന്നെ അവർക്ക് വ്യക്തമായത്. അന്ന് ആ ഒരു സമയത്തുണ്ടായ ജു ആം എന്ന് പറഞ്ഞ ഒരു ഷാവ്ലിങ്ങിന്റെ മാസ്റ്റർ അദ്ദേഹം തന്നെ ആ ഒരു ഹിഡൻ ആയുള്ള റിക്കൾസ് ഫോറസ്റ്റിന് ഒരു ബെയ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ സാക്രിഫൈസ് കൊണ്ട് ഞങ്ങൾക്കത് ട്രാക്ക് ചെയ്യാനും അവരെ കണ്ടെത്താനും സാധിച്ചു. ജൂജോങ്ങും ഞാനും കൂടെ കുറച്ചധികം പേരെ പിടിച്ചു കെട്ടി. പക്ഷേ ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ തല പൊട്ടിത്തെറിച്ച് അവർ മരിക്കുകയായിരുന്നു. എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും കുറച്ചുപേരെ ഞങ്ങൾ കാണാനിടയുണ്ടായി. പക്ഷേ ആ കൂട്ടത്തിൽ കുറച്ചധികം പേര് സ്റ്റീലുള്ള മാസ്ക് ആയിരുന്നു ധരിച്ചിരുന്നത്. അതേസമയം അവരെ കൊണ്ടുവന്നവൻ പറയുകയും ചെയ്തു, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾക്കന്ന് മനസ്സിലായില്ല. ഒരു ഫിറോഷസ് അല ബാറ്റിലിന് ശേഷം അവനട്ടെ അവിടുന്ന് രക്ഷപ്പെടുകയുണ്ടായി. പക്ഷേ ആ സ്റ്റീൽ മാസ്ക് ഇട്ട കുറച്ചുപേരെ ഞങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ അത് അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് അവൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഔചിത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. കാര്യം അത് നേരത്തെ ബെയ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജു ആമുണ്ടായിരുന്നു, അവൻ തന്നെയാണ്. അവൻ മാത്രമല്ല, ആ ഒരു ഹിഡൻ റിക്കൾസ് ഫോറസ്റ്റിലെ മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരെല്ലാവരും തന്നെ. അവരെന്തോ ഒരു ഹിപ്നോസിന്റെ കീഴിലായിരുന്നു, അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ വഴികളും നോക്കി അതെടുത്ത് കളയാനായിട്ട്, പക്ഷേ നടന്നില്ല. അവസാനം അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ തല പൊട്ടിത്തെറിച്ച് അവർ മരിക്കുകയും ചെയ്തു. എന്നാൽ ജു ആമിന്റെ കാര്യം അത് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു.
അവൻ പാർഷ്യലി ആ ഒരു ഹിപ്നോസിസ് അൺഡൺ ചെയ്തിരുന്നു. എന്താണ് കാര്യം എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞങ്ങളൊക്കെ പറഞ്ഞു. ദ സുപ്രീം സേവർ ഓഫ് ദി സിക്സ് മാർഷൽ ആർട്സ് സെക്ട് ശരിക്കും പവർഫുൾ ആണ്. ദി എൻഡ്യുവർ ജിങ്ഹേനെ തന്നെ അവർക്കിപ്പോൾ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അവനെന്ന് മരിച്ചു വീണു. പക്ഷേ അവന്റെ തല പൊട്ടിത്തെറിക്കാഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളത് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു പെർമിഷൻ ലഭിച്ചതിന് ശേഷം ഞങ്ങളത് പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയത്. അവന്റെ തലയിടത്തുണ്ടായിരുന്ന ആ ഒരു പാരസൈറ്റ് അത് സത്യം പറഞ്ഞാൽ ഉറങ്ങുകയായിരുന്നു, എന്തോ ഹൈബർനെറ്റ് ചെയ്യുന്നത് പോലെ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ അവസാനം ഞങ്ങളത് എത്തിയത് ബുദ്ധിസം ആ ഒരു ടെക്നിക് യൂസ് ചെയ്തുകൊണ്ടാണ്. അല്ല, താങ്കളപ്പോ അതുകൊണ്ടാണോ ഈ മ്യൂസിക്കൽ ടെൻഡൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്? അതെ, അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ടാണ് ഞാനിത് പഠിച്ചത്. കാര്യം ഞാനും ഹിഡൻ റിക്കൾസിൽ ഫോറസ്റ്റിലെ ഒരു മെമ്പറായിരുന്നു. അത് കേട്ടപ്പോൾ അവർ വീണ്ടും ഞെട്ടി. ദ മസിൽ ടെൻഡോൺ ചേഞ്ചിങ് ക്ലാസിക്സ് അത് വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് സ്റ്റേബിളൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. ജൂജോങ്ങും ഞാനും ഒരു കാര്യം ഫിഗർ ഔട്ട് ചെയ്തു. ഇത് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു സംഭവത്തിനെ അവർക്ക് ഹൈബർനെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സുപ്രീം സേബറിലേക്ക് കടന്നു കയറാനും തീരുമാനിച്ചു. അല്ല മൈലോഡ്, അപ്പോൾ അന്ന് താങ്കൾ ചെയ്ത് ആ ഒരു ഐസൊലേഷൻ ട്രെയിനിങ് അത് ഇത് പഠിക്കാനായിട്ടാണോ? അതെ, പക്ഷെ അത് മാത്രമല്ലായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഈ സുപ്രീം സേബറിൻ്റെ ആൾക്കാരെ ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടെക്നിക്ക് തന്നെ നമുക്ക് ആവശ്യമുണ്ടെന്ന്. എന്നാൽ ഒരു സോട്ട് ടെക്നിക്ക് അതിൻ്റെ കൾട്ടിവേഷൻ ടെക്നിക്ക് ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി യൂസ്ലെസ് അല്ലേ? ഈ മസിൽ ടെൻഡോൺ ചേഞ്ചിങ് ടെക്നിക്കിനെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബുദ്ധിസ്റ്റ് എനർജി അത്രത്തോളം വർദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി ഒന്നെങ്കിൽ യൂജോങ് അല്ലെങ്കിൽ ആ 6 സെറ്റ്സിലെ ആരെങ്കിലും അത് നോട്ടീസ് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് കളിയിൽ നിന്ന് ഞാൻ പെർമനൻ്റ്ലി മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചത്. കുറച്ച് വർഷം കൂടെ ഞാൻ പ്രിപ്പറേഷനൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം ഞാൻ അവരുടെ ബേസിലേക്ക് നുഴഞ്ഞ് കയറുകയും ചെയ്തു. ഇതും കൂടെ കേട്ടപ്പോൾ പെട്ടെന്ന് സാർമാർ നേരെ നിലത്തേക്കിരുന്നു. താങ്കൾ താങ്കൾ എന്തിനാണ് ഇത്രയും വലിയൊരു ബർട്ടൻ ഒറ്റയ്ക്ക്? ഒരു ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുന്നത്? നീ അവിടുത്തെ ഹെഡ് ഗാർഡിയനാണ്. ദ ഹെവലി ടീമിന്റെ അതോറിറ്റി നീയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പിന്നെ എല്ലർ. പക്ഷേ ഞാൻ വിചാരിച്ചത് എൻ്റെ അപ്പൂപ്പനെ ആരോ കിഡ്നാപ്പ് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം തനി എവിടേക്ക്? പിന്നെ ഞാൻ കണ്ണുകൾ തുറക്കാൻ നേരത്ത് ഞാൻ അവരുടെ ബേസിലായിരുന്നു. ആദ്യം കുറച്ച് നാൾ അവരെന്നോട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ അവർക്കൊന്നും തന്നെ കിട്ടിയില്ല. അതിനുശേഷം അവരെന്നെ ത്രട്ടൻ ചെയ്തു, എന്നെ ടോർച്ചറും ചെയ്തു. ഞാൻ ആ കണ്ട മുറിവുകളും അതെല്ലാം തന്നെ ടോർച്ചർ ചെയ്ത് തന്നെയാണല്ലേ? സത്യം പറഞ്ഞാൽ അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മണ്ടത്തരമാണ്. ഈ ഒരു ടോർച്ചർ എൻഡ്യൂർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ആ ഒരു 10 വർഷത്തെ ടോർച്ചറിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ഒരു ആ ഒരു അൾട്ടിമേറ്റ് ആൾ അവരുടെ ഹിപ്നോസിസ് ഉണ്ടല്ലോ, അത് ദ മസിൽ ടെൻഡോൺസിനെ സർപ്പാസ് ചെയ്തിരുന്നു. ഉള്ളത് പറഞ്ഞാൽ എന്നെ ടോർച്ചർ ചെയ്തതും ആ ഒരു ഹിപ്നോസിസിൻ്റെ കാര്യം തന്നെ എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷേ ഞാൻ മരിച്ചില്ല. എന്നാൽ എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ സ്വബോധം തിരിച്ചു കിട്ടിയ സമയത്ത് ഞാൻ അവരുടെ ഗ്രേറ്റ് പ്ലാനിൽ ഒരു അംഗമായി മാറിയിരുന്നു. ആ സമയം മുതൽ എനിക്ക് എപ്പോഴൊക്കെ എൻ്റെ ബോധം തിരിച്ചു കിട്ടുന്ന ആ ഒരു സമയം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ അവരുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നോക്കി. അവരുടെ മാർഷൽ പവേഴ്സ് ശരിക്കും കൂട്ടിയിരുന്നു. അതുകൊണ്ട് ഈ മസിൽ ടെൻഡോൺസിനെ അധിക നേരം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ചില സമയങ്ങൾ 1 മാസത്തോളം എടുത്തിട്ടാണ് എനിക്ക് എൻ്റെ സ്വബോധം തിരിച്ചു കിട്ടിയത്. ചിലപ്പോൾ അതിലും കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹിപ്നോസിസും പിന്നെ ആ ഒരു പാരസൈറ്റും ഈ ഒരു മസിൽ ടെൻഡോണിൻ്റെ കണ്ടീഷൻ അത് നന്നായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. ജൂജോങ്ങിനും ഇതേപോലെ അവസ്ഥയാണെന്ന് എനിക്ക് ഉറപ്പായി. അല്ല, താങ്കൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? സത്യം പറഞ്ഞാൽ ഇല്ല. അവർ ശരിക്കും അമേസിംഗ് ആയിരുന്നു. അവരെന്തോ കോഡ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത്. എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. സിംപ്ലിഫൈഡ് ക്യാരക്ടേഴ്സ്. ആ ഒരു ഡിവൈൻ ഫിസിഷ്യൻ്റെ ടെക്സ്റ്റിൻ്റെ അകത്തും ഞാൻ അത് തന്നെയാണ് കണ്ടത്. എനിക്ക് വന്നത് ഡീകോഡ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് കോപ്പി ചെയ്യുക എന്നായിരുന്നു. ശരിക്കും? അതെ. പക്ഷേ യഥാർത്ഥ പ്രശ്നം അത് പുറത്തു കൊണ്ടുവരിക എന്നാണ്. അങ്ങനെ എനിക്കൊരു ചാൻസ് കിട്ടി. ആ ഒരു ഡ്രാഗൺ സെല്ലിൻ്റെ എസൻസ് കോറിൻ്റെ ആ ഒരു പാർട്ടിലേക്ക് ഞാനും ഉൾപ്പെട്ടു. എൻ്റെ കോൺഷ്യസ് ചെറുതായിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ക്യൂബയിൽ ഞാൻ എവിടെയോ അത് മാറ്റിവെച്ചു. എൻ്റെ മെമ്പേഴ്സ് കറക്റ്റ് ഇൻടാക്റ്റ് അല്ല. പക്ഷേ ആ ഒരു ഫൗണ്ടേഷൻ്റെ അവിടെ അതുണ്ട്. ഇതെന്തായാലും നന്നായി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുപ്രീം സേബറിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് വ്യക്തമായി തന്നെ, അവരുടെ യഥാർത്ഥ പ്ലാൻ എന്തായാലും എനിക്ക് വ്യക്തമായി തന്നെ. അതിനുശേഷം എൻ്റെ ബോധം വന്നപ്പോൾ ഞാൻ ആ ഡ്രാഗൺ സെല്ലിനെ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ആ നോർത്തേൺ സീസിലെ ആ ഒരു ബോയിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ പ്ലേറ്റ് ഞാൻ അവന് നൽകിയത്. ഇവിടുന്ന് ആരെങ്കിലും വന്ന് എന്നെ സഹായിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ നീ ആയിരിക്കുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് ദ ഹെവലി ഡീമിൻ്റെ മിറാക്കിൾ തന്നെയാണ്. ഇയോൺ, നീ എന്നോട് ചോദിച്ചില്ലേ അവരെന്തുകൊണ്ടാണ് ഈ ഒരു 5 സേക്രലുള്ള കോഴ്സിൻ്റെ പുറകെ പോകുന്നതെന്ന്? അതെ, എനിക്കറിയണം അവരെന്തിനാണ് ഈ കോഴ്സിൻ്റെ പുറകെ. സത്യം പറഞ്ഞാൽ ഇതെനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവർ പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ എറ്റേണൽ ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി, അതാണ് ആ 5 കോറും നിങ്ങൾക്ക്
തരാനായിട്ട് പോകുന്നത്